തായേ സരസ്വതിയെ ദേവുള്ളോരീശ്വരിയെ ആടവും പാടവും പക്കത്തുണை நின்று பாலனை கண்பாரம்மா அம்மா பாலனை கண்பாரம்மா பார்ப்பவர் கண்ணுக்கும் கேட்பவர் காதுக்கும் இனிமையாயிடம்மா அம்மா இன்பமழைத்திடம்மா தாயே சரஸ்வதியே தேவுள்ளோரீஸ்வரியே ஆடவும் பாடவும் பக்கத்துணை நின்று பாலனை கண்பாரம்மா അമ്മാ ബാലനെ കൺപാരമ്മ. പളിയരെന്ന് പറയുന്ന വിഭാഗം ഈ വനത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിച്ച ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെ നാടുമായിട്ടൊരു ബന്ധങ്ങൾ കുറവാണ്. രാജാക്കന്മാരുടെ കാലം തൊട്ടത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുക വയ്ക്കുക എന്ന് പറഞ്ഞു കേട്ടപ്പോഴത്തെ കാട് കയറിയ ആൾക്കാരാണ്. വീട്ടിൽ ഒരു കൊച്ചിനെ ബലി കഴിപ്പിക്കണമെന്നാണ് അന്നത്തെ രാജാവിൻ്റെ കൽപ്പന. ബലിക്ക് പേടിച്ച് വന്നതാണ് പളിയൻ. കണ്ണകിയുടെ കാലത്ത് കണ്ണകി ദേഷ്യപ്പെട്ടാണ് മംഗളദേവി ആയത്. ആ കൂട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഈ പളിയ സമുദായക്കാർ ഓരോ വനങ്ങളിൽ ചെന്ന് ഇവിടെ കൃഷി ചെയ്ത് അടുത്തടുത്ത് പോയി കൃഷി ചെയ്ത് ഇതിങ്ങനെ മാറി 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 പോകുന്നവരാണ്. അന്ന് കൂട്ടുകൃഷിയാണ്. ചാമ, വറക്, ചോളം, കാച്ചിൽ, കുപ്പി, പുളിതി നെല്ല്, അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്ത് കാട്ടിലാണ് കിഴങ്ങ് മാന്താൻ പോവുക, ഞണ്ട് പിടിക്കാൻ പോവുക, തേനെടുക്കാൻ പോവുക, വിറക് വിറക്കാൻ പോവുക. ഇതാണ് അവരുടെ തൊഴിൽ. അന്നിപ്പോൾ എല്ലാം വനമാണല്ലോ. ഈ വനത്തിൽ ഇവർക്ക് എവിടെ വേണം താമസിക്കാമായിരുന്നു. ആ സമയത്ത് ഈ വനം ഉള്ളത് കാരണം പേരൊക്കെ ഇല്ലല്ലോ, തമിഴ്നാട്, കേരളം എന്ന് അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കൽവരിയാർ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഞങ്ങളുടെ പൂർവികർ താമസിച്ചു കൊണ്ടിരുന്നത്. ഇന്നും പൂർവികർ അവിടെ വെച്ച് ആരാധിച്ച ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കറുപ്പുശാമിയൊക്കെ വലിയ മീശയൊക്കെ വെച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ കല്ലുകൊണ്ടുള്ള ബിംബങ്ങൾ, അത് അത്ര ഫിനിഷിംഗ് അല്ല, ചുമ്മാ ഒരു രൂപഭാവം ഉണ്ടാക്കി വെച്ചിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഈ വനത്തിൽ വെച്ച് കണ്ടാൽ ഇതാണ് നിങ്ങളുടെ കുലദേവത എന്നറിയപ്പെടണമെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ആ രീതിയിൽ പണിത് വെച്ചിരുന്നു. വസൂരി, കോളറ എന്ന് പറയുന്ന രോഗങ്ങൾ പടർന്നു പിടിച്ച കാലത്ത് ആൾക്കാർ പല ഭാഗങ്ങളിലായിട്ട് ചിന്നാഭിന്നമായിട്ട് ചെതറി ഓടുകയാണ് ചെയ്തത്. എങ്ങനെയും ജീവൻ രക്ഷിക്കാം എന്നും പറഞ്ഞ് ഓടിയതാണ്. അങ്ങനെ പോയ വഴിക്ക് കുറേ ആൾക്കാർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു. ഇപ്പം ചക്കുവള്ളം, പുളിയമല, അണക്കര, പെരിയകുളം, കുമ്പക്കര, തമിഴ്നാട് ബോർഡർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ സമൂഹം അതിൽ പേടിച്ച് ഓടിയതാണ്. അതിൽ കുറച്ച് ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കുകയും മുല്ലപ്പെരിയാറിൻ്റെ പണിക്ക് കൂടുകയും അതിൽ കിട്ടുന്ന വരുമാനങ്ങളെക്കുറിച്ച് ഒരു സന്തോഷപൂർവ്വം ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുമിളി മേഖലയെ അധിവസിച്ച കുറേ ആൾക്കാർ, അവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു 300ഓളം ഫാമിലികൾ ഇവിടെ നിലവിലിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവരവർ പോയിട്ട് അവർക്കൊക്കെ ഇഷ്ടംപോലെ ഏലവും കൃഷികൾ ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കി എങ്ങളോட മന്ന മുതവ ഊരാളി ഇപ്പടിയുള്ളവர்களுം അവർക്ക് ജനറേഷൻ കൂടുതൽ இருக்குது. പളിയ സമുദായത്തിൽ 2 കുലങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഏളാത്ത് പളിച്ചി എന്ന് പറയുന്ന ദേവതാസൈന്യത്തെ ആരാധിക്കുന്നവരും കറുപ്പുസ്വാമിയെ ആരാധിക്കുന്നവരും 2 വിഭാഗമാണ്. ഇപ്പം മേമലപ്പള്ളിയർ, കറുത്തുപ്പള്ളിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ മാത്രമേ മംഗല്യ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുലദേവത എന്ന് പറയുന്നത് ഏളാത്ത് പളിച്ചിയാണ്. കറുപ്പുസ്വാമി എന്ന് പറയുമ്പം ഒരു കാവൽ ദൈവമാണ്. ഈ നാടിനെ ഫുള്ള് കാവൽ കാത്തത് കറുപ്പുസ്വാമിയാണ്. ചക്കുവെള്ളം അവിടെയൊക്കെ പറയുമ്പോഴത്തെ കന്നിമാർ എന്ന് പറയുന്ന ഒരു ദേവതാസൈന്യം. உலகத்து கன்னி, கரகத்து கன்னி, 7 சத்தா கன்னி. அந்த 21 கன்னியை தான் வன தேவதை. இந்த வனத்தில் உள்ள எந்த இதாக இருந்தாலும் அந்த தேவதையோட அனுவாதம் இல்லாமல் நம்ம எடுக்க முடியாது. ഓരോ കുടുംബമാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കറുപ്പുസ്വാമി ആടുന്ന ഒരു കുടുംബമാണെങ്കിൽ അമ്മൻ ആടുന്നത് വേറെ ഒരു കുടുംബമായിരിക്കും. ഇപ്പോൾ ചക്കുളത്തിൽ നിന്ന് പോയി അങ്ങോട്ട് മാറിയവർ, അപ്പോൾ അവരുടെ കുലദൈവം എന്ന് പറയുന്നത് കറുപ്പുസ്വാമിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ആ പളിച്ചേമ അവർ വണങ്ങത്തുള്ളൂ. അവിടുന്ന് ഇവിടെ വന്നാലും അവിടത്തേക്കാർ ഈ പളിച്ചേമ കഴിഞ്ഞിട്ടേ കറുപ്പുസ്വാമിയുടെ അടുത്ത് വരത്തുള്ളൂ. പളിയൻ്റെ ഉത്സവം എന്ന് പറയുമ്പോഴത്തേന് വിളവെടുത്തതിന് ശേഷം നമുക്ക് തന്ന ഈ വിളവിനും ഇനി തരാൻ പോകുന്ന വിളവിനും പ്രകൃതിയോട് നന്ദി പറയുന്നതായിട്ടാണ് ഈ
പറയുന്നത് ഈ പൊങ്കാല നടത്തുന്നത് ആണ്ടിലൊരിക്കൽ നടത്തുന്ന ഉത്സവമാണ്. പിന്നെ അമ്പലം ഇരിക്കുന്നിടത്ത് ആലുണ്ട്. ആ ആലിൻ്റെ ചുവട്ടിലാണ് അന്ന് ഞങ്ങളുടെ ആൾക്കാർ വലിയ തീയിട്ട് ആഴി കൂട്ടി പരമ്പരാഗത നൃത്തം പാട്ടുപാടി കളിക്കുകയും അവരുടെ നാടകങ്ങൾ അതും ഇതുമൊക്കെ പോലെ ഇട്ട് അവരുടേതായ രീതിയിലുള്ള ഇത് കളിക്കും. ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നൃത്തമാണ് ഈ പളിക നൃത്തം. പൊങ്കാല മുതലായ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അന്ന് ഒരു ദിവസം ആൾക്കാർ വെളുക്കോളം അവിടെ ഉറക്കിളച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആരാധന നടത്തുന്നത്. പണ്ട് നമ്മുടെ തനതായ ശിക്ഷകളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഊർവിളക്ക് അതുപോലുള്ള കുറേ. അതുകൊണ്ട് എന്താ വെച്ചാൽ പേടിയുണ്ടായിരുന്നു സമൂഹത്തിന്. കാണിക്കാരൻ, തണ്ടക്കാരൻ, തലയാണി ഇവരാണ് പ്രധാനം. കാണിസ്ഥാനം എന്ന് പറയുന്നത് മരുമക്കത്തായിട്ടാണ്. ഈ ട്രൈബൽ മേഖലയെ പൊതുവെ മരുമക്കത്താണ് ഈ ഒരു സ്ഥാനങ്ങൾ കൊടുക്കും. മൂപ്പനെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എല്ലാം. അദ്ദേഹം ഇന്ന് ഒരു വഴിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചാൽ തീരുമാനമാണ്. ഞങ്ങളിൽ ഒരാൾ ഒരു കാണിക്കാരനാവണമെങ്കിൽ അവന് ക്ഷമയുള്ളവനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, അവനൊരു ഈശ്വരവിശ്വാസിയായിരിക്കണം, എല്ലാ ജനങ്ങളിലും ഒരു പങ്കാളിത്തം ഉണ്ടാവണം. കാണിവള എന്ന് പറയുന്ന വള കയ്യിൽ ധരിച്ചാൽ നീതിമാനാണ്. അപ്പം നീതിക്ക് മാത്രമേ നമ്മൾ പിന്നിക്കാവുള്ളൂ. അന്യായത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടു നിന്നാൽ ഞാൻ പഠിച്ച വിദ്യകളും എൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അവിടെ കൊണ്ട് തീർന്നു പോകുമെന്നാണ് വിശ്വാസം. പഴയ ഭാഷ ചുരുക്കി പറഞ്ഞാൽ ചരിത്രമായിട്ട് എഴുത്തില്ല. ആത്തോ എങ്കിലും പിള്ള പോരാ എന്നൊക്കെ ചോദിക്കും. ഇപ്പം അതൊക്കെ മാറിയിട്ട് അതൊക്കെ കുറുക്കി നല്ല വൃത്തിയായിട്ടുള്ള തമിഴാണ് പറയുന്നത്. ആ ഭാഷ മറക്കാതെ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ഇപ്പം വെളിയിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇത് വന്നുകൊണ്ട് ഭാഷയ്ക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായി പിള്ളേരുടെ വിദ്യാഭ്യാസമായി എല്ലാം ആ ട്രെൻഡ് തന്നെ മാറിപ്പോയി. ഇപ്പോൾ ചിലരൊക്കെ ചോദിച്ചു നിങ്ങൾ പഴയ ആചാരം തന്നെ പൊക്കോ എന്ന് പറയുമ്പോൾ അത് പോകാൻ പറ്റിയല്ല. ഞാൻ എൻ്റെ വലിയപ്പെട്ട തലമുറയിലാണ് ഞാൻ പഠിച്ചു വന്നത്. എൻ്റെ തലമുറ പഠിക്കാൻ എൻ്റെ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, അവിടെ കൊണ്ട് നഷ്ടപ്പെടുകയല്ലോ സാർ. ഇപ്പം പഴയ സമുദായത്തിന് പുറം ലോകം നല്ലോണം അറിയുന്നുണ്ട്. പണ്ട് ഇവർ ഈ ഒരു കോളനിക്കകത്ത് ഒതുങ്ങി കിടന്നത് കൊണ്ട് ആർക്കും അറിയത്തില്ല. ഇന്ന് പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാം കൊണ്ട് ഇപ്പം അറിയുന്നുണ്ട്.